എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. സുക്കൂറെ അന്നോടല്ലേ പറഞ്ഞ റിമോട്ട് ഇങ്ങോട്ട് തരാന്. സോറ കളിക്കാണ് നിങ്ങള്. എടാ സുക്കൂറെ, ഇജ്ജ് ഇങ്ങനെ ഏത് നേരം ടിവിയും കണ്ടിരിക്കാതെ പോയിരുന്ന് പഠിക്കടാ. 10ാം ക്ലാസ് ആണ് വരുന്നത്. ഇല്ല, ഞമ്മക്ക് TV കാണണെന്ന്. ആ റിമോട്ട് ഇങ്ങ് തരി. പടച്ചോനെ, സ്കൂള് പൂട്ടിയാ പിന്നെ മനുഷ്യന് സമാധാനം ഉണ്ടാവൂല. നിങ്ങളിത് കാണുന്നില്ലേന്ന്? ഏത് നേരം ചെക്കൻ ടിവിന്റെ മുമ്പിലാന്ന്. മുറ്റത്ത് പോയി കളിക്കാൻ പറഞ്ഞാ ഓൻ കേക്കൂല. എന്ത് പറഞ്ഞാലും തർക്കുത്തരാന്ന്. കുട്ടികളല്ലേന്ന് അതൊക്കെ സാധാരണാണ്. ഈ ശ്രമിച്ചാളെന്താ സൂറാവി? വരുന്ന കൊല്ലം 10ാം ക്ലാസ്സിലാണോ? ഇപ്പളെ ഇരുന്ന് പഠിച്ചാലും ഒരു A+ ഒക്കെ കിട്ടുള്ളൂ. A+ ഈ ദുനിയാവിലൊന്നും അല്ലേ. എങ്ങനെങ്കിലും ഒന്ന് 10ാം ക്ലാസ് പാസ്സാക്കാൻ നോക്ക്. അതിനാണ് പറഞ്ഞത് ഓന്റെ ഈ TV പ്രാന്ത് ആദ്യം മാറ്റണം. എന്നാലേ ഓന് പഠിപ്പില് ശ്രദ്ധ ഉണ്ടാവുള്ളൂന്ന്. നിങ്ങളൊന്ന് ചെന്ന് പറ. നിങ്ങള് പറഞ്ഞ ഓൻ കേക്കും. സുക്കു, എന്താ എന്റെ പ്രശ്നം? ഞമ്മക്ക് TV കാണണെന്ന്. വരുന്ന കൊല്ലേക്ക് 10ാം ക്ലാസ് അല്ലേ, കുറച്ച് സമയം ഇരുന്ന് പഠിക്ക്, എന്നിട്ട് TV കാണാം. എന്ത് പറയുന്നു? അത് പറ്റൂല, എനിക്ക് TV കാണണോ. ഞമ്മൾ TV കണ്ടോണ്ട് പഠിച്ചോളാന്ന്. ബെസ്റ്റ്. TV കണ്ടോണ്ട് പഠിക്കുന്ന ഒരു മുതലേ. നിങ്ങൾ ഓനെ 2 പൊട്ടിക്കുന്നു. എന്നാലേ തീരും ഓന്റെ ഒരു വാസി. നമ്മളെ ഓന്റെ ബാപ്പയാ, അടിക്കാണ്ട് തന്നെ നമ്മൾ ഈ പ്രശ്നം തീർത്തെടുത്തോളാം. മോനെ സുക്കൂറെ, ഈ TV കണ്ടോണ്ട് പഠിക്കുമെന്ന് പറഞ്ഞാലും മാറ്റൊന്നുമില്ലല്ലോ. ഞമ്മക്ക് ഒറ്റ ബാപ്പേ ഉള്ളൂ, വാക്ക് പറഞ്ഞ വാക്കാ. എന്നാ എന്റെ മോനെ ഒരു കാര്യം ചെയ്യും, ബുക്കുമായി TVയുടെ റൂമിലേക്ക് വാ. ബാപ്പ TV കാണിച്ചു തരാം. ഇവിടെ ഇരുന്ന് TV കണ്ടോ, എന്നിട്ട് ബുക്ക് എടുത്തിട്ട് പഠിക്ക്. ബാപ്പ TV ഓണാക്കി. മോനെ സുക്കൂറെ, ബാപ്പ എന്താണ് പറഞ്ഞത്? TV കാണിച്ചു തരും എന്നല്ലേ, ഓണാക്കി തരും എന്നല്ലല്ലോ. ഈ പറഞ്ഞതും TV കണ്ടോണ്ട് പഠിക്കാമെന്നാണ്. TV കണ്ടുകൊണ്ട് പഠിക്ക്.